ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്രം. ദക്ഷയാഗത്തിൽ ക്ഷണിക്കപ്പെടാതെ ചെന്ന് അപമാനിതയായ സതീദേവി ദേഹത്യാഗം ചെയ്യുന്ന വാർത്ത കേട്ട് കോപിഷ്ഠനായ ശിവഭഗവാന്റെ ഭാവമാണ് പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ അഷ്ടാഭിഷേകവും ജലധാരയും മഹാമൃത്യുഞ്ജയ ഹോമവും പ്രധാന വഴിപാടുകളാണ്. കൊത്തുപണികളാലും ശില്പഭംഗിയാലും സമ്പന്നമാണ് ക്ഷേത്രനിർമ്മാണം. അകത്തേക്ക് പ്രവേശിക്കുന്ന ഏതൊരു ഭക്തനും ഭക്തിയുടെയും മനസ്സമാധാനത്തിൻ്റെയും അന്തരീക്ഷം ഇവിടെ നിന്നും ലഭിക്കുന്നു. ശിവരാത്രി ദിനമായ ഫെബ്രുവരി 26-ന് വിശേഷാൽ പൂജകളും പൂമൂടലും ശിവരാത്രി വ്രതമനുഷ്ഠിക്കുന്ന ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 25-ന് രാത്രി 7:15 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ധനമന്ത്രി KN ബാലഗോപാൽ ക്ഷേത്രത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന സമർപ്പണം നടത്തും. ചലച്ചിത്രതാരം ദിലീപ് മുഖ്യ അതിഥിയായി എത്തും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 4 വർഷമായി പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ വിനായക S അജിത് കുമാർ ക്ഷേത്രത്തിന്റെ ആധ്യാത്മിക ഭൗതിക പുരോഗതിക്കായി നിരവധി കാര്യങ്ങളാണ് ചെയ്തുവരുന്നത്. നാലമ്പലത്തിലെ ചുറ്റുവിളക്ക് പിത്തള പൊതിഞ്ഞ് വിളക്കുകൾ പിടിപ്പിച്ച് മനോഹരമാക്കി. വാതിലുകളും പിത്തളപാകി. ഇതിനോട് ചേർന്നുള്ള മുറ്റം കല്ലുപാകി. പ്രദക്ഷിണപാതയ്ക്ക് വലിയ നടപ്പന്തൽ സ്ഥാപിച്ചു. നാഗരാജാവിൻ്റെ ഭിത്തികൾ ബലപ്പെടുത്തി മേൽക്കൂര സ്ഥാപിച്ചു. ഉപദേവാലയങ്ങളിലെ തിരുമുറ്റം കല്ലുപാകി. തകർന്നു വീഴാറായിരുന്ന ദേവസ്വം ഓഫീസ് നവീകരിച്ചു. അവിടെ നിന്നും കിട്ടിയ വലിയ ചീനഭരണികൾ പ്രത്യേക ഷെഡ് കെട്ടി ഭക്തജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചു. പുതിയ കോൺക്രീറ്റ് സ്റ്റേജിൻ്റെ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ 4 കോടി രൂപയിലധികം മുടക്കി സ്വർണ്ണക്കൊടിമരം പ്രതിഷ്ഠിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒരു ക്ഷേത്രത്തിന് വേണ്ടി ഒരാൾ 3 കോടി രൂപയൊക്കെ മുടക്കുമെന്നത് ചിന്തിക്കാനാകാത്ത കാര്യമാണ്. തന്നെ താനാക്കി മാറ്റിയത് തൻ്റെ ഇഷ്ടദൈവമായ തമ്പുരാനും മഹാദേവനുമായതുകൊണ്ട് എന്തു കൊടുത്താലും മതിയാവില്ലെന്നാണ് അജിത് കുമാർ പറയുന്നത്. ഒരിക്കൽ ബിസിനസ്സുകളെല്ലാം തകർന്ന് സർവ്വതും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഗണപതി നടയിൽ എത്തണമെന്ന് ഉൾവിളിയുണ്ടായി. നടയിലെത്തി സാഷ്ടാംഗം പ്രണമിച്ച് കണ്ണീരുമായി ഏറെ നേരം കിടന്നു. അവിടെ നിന്നും ആരോ കൈപിടിച്ചുയർത്തി മുന്നോട്ടു പോകൂ ധൈര്യമായി എന്ന് പറയുന്നത് പോലെ തോന്നി. പിന്നീട് മുന്നോട്ടുള്ള കുതിപ്പ് തന്നെയായിരുന്നു. തൻ്റെ ബിസിനസ് ഗ്രൂപ്പിന് വിനായക ഗ്രൂപ്പ് എന്ന് പേരിടുക മാത്രമല്ല സ്വന്തം പേരിനോട് ചേർത്തും വിനായക എന്ന പേര് ഉപയോഗിച്ചു തുടങ്ങി. ഇന്നും ഏതു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പും നടയിലെത്തി അനുവാദം വാങ്ങി മാത്രമേ ഈ ഭക്തൻ ചെയ്യാറുള്ളൂ. സാധാ തൊഴിലാളിയായി തുടങ്ങി കോൺട്രാക്ടർ, ഓട്ടോ കൺസൾട്ടന്റ്, 3 വീലർ, 2 വീലർ, 4 വീലർ ഓട്ടോമൊബൈൽ ഡീലർ, ഗൾഫിലും സിംഗപ്പൂരിലും വിവിധ വ്യവസായ സംരംഭങ്ങൾ, നിരവധി സിനിമകൾ, വിവിധ സംരംഭങ്ങളിൽ മുതൽ മുടക്കുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ഇതിനിടയിലും നാടിനെ മറക്കാതെ നാടിനും നാട്ടുകാർക്കും ഭഗവത് സേവയ്ക്കും വേണ്ടി തൻ്റെ വരുമാനത്തിൻ്റെ മുന്തിയ പങ്ക് മാറ്റിവെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാം തമ്പുരാൻ തരുന്നു, കഴിയുന്നിടത്തോളം സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മറുപടി.